നമസ്കാരം. ജെറുസലേമിൽ ആളിപ്പടരുന്ന കാട്ടുതീ അണയ്ക്കാൻ അന്താരാഷ്ട്ര സഹായം തേടി ഇസ്രായേൽ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് താമസക്കാരെയാണ് ഒഴിപ്പിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഗതാഗതവും താറുമാറായി. 160 അഗ്നിശമന സേനാ യൂണിറ്റുകൾ ശ്രമിച്ചിട്ടും കാട്ടുതീ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഇസ്രായേലിനെ ആശങ്കയിലാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം തേടിയിരിക്കുന്നത്. ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ ഹെലികോപ്റ്ററുകളും മറ്റും അയച്ചുള്ള സഹായം എത്തിച്ചു കഴിഞ്ഞു. ഇസ്രായേലിൽ ഇപ്പോൾ വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ജനവാസ മേഖലകളിലേക്ക് തീ പടർന്നാൽ വലിയ ദുരന്തത്തിനാവും ഇത് കാരണമാവുക. ഇസ്രായേലിലെ 12 ജനവാസ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെയാണ് ഇതുവരെ ഒഴിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ കാട്ടുതീ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാട്ടുതീ ആസൂത്രിതമാണോ എന്നതിൽ ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ഒരാളെ ഇസ്രായേൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 60 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജെറുസലേം ടെൽ അവീവ് ഹൈവേയിൽ പലയിടത്തും കാട്ടുതീ പടർന്നു പിടിച്ചതോടെ ഗതാഗതവും നിലച്ചു.